ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ സ്തോത്രം, ലോക മനുഷ്യർക്ക് പലതും ചെയ്യുവാൻ കാണും. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് സ്തോത്രം ഏറ്റവും ഏറ്റവും അനുഗ്രഹമാണ്. സ്തോത്രം, അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ആധുനിക ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൈവവചനം കേൾക്കുവാനും പല രാജ്യങ്ങളിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയാകുന്നത് സ്തോത്രം ഏറ്റവും അനുഗ്രഹമാണ്. നമുക്ക് വൈഫൈ ഉണ്ട്, ഇവിടെ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ എനിക്കറിയാം പലരും നെറ്റില്ലാതെ, എന്നെ ബൈബിൾ കോളേജൊക്കെ പഠിക്കുന്ന പല പാവപ്പെട്ട സഹോദരിമാരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സാറേ നമുക്ക് നെറ്റില്ല, ഞങ്ങൾക്ക് ഒരു ദിവസം കഴിയുമ്പോൾ ഇത്ര GB പോകും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ അവർക്കൊക്കെ നെറ്റ് പലർക്കും ഞാൻ റീചാർജ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ നമുക്ക് സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് പലർക്കും ഇതിന് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ സംഭവമാണ്. സ്തോത്രം. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്, ഏറ്റവും വിടുതലാണ്. ഇന്ന് രാത്രിയിലും സ്തോത്രം, പ്രൈസ് ലോർഡ്, മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ദോഹയിൽ ഇവിടെ ദുഃഖാചരണം നടക്കുകയാണ്. സ്തോത്രം, ഇവിടുത്തെ രാജാവ് മരണപ്പെട്ടു പോയി. മുൻ രാജാവ്, ഇപ്പോഴത്തെ രാജാവിന്റെ ഫാദർ സ്തോത്രം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അതിന്റെ ദുഃഖാചരണം നടക്കുകയാണ്. സ്തോത്രം, അതുകൊണ്ട് ഒരു പക്ഷേ ഇവിടുന്ന് എക്സിറ്റ് ആകുന്നതൊന്നും അത്ര നല്ലതല്ല. സ്തോത്രം, ഇന്ന് രാത്രിയിൽ അങ്ങനെ അവധിയോടൊക്കെ ആയിരിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിപ്പാനും നമുക്ക് ദൈവസന്നിധിയിൽ വേർപെട്ടിരിപ്പാനും ദൈവം ഇടയാക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിലും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. പ്രത്യേക ദൂരത്ത് നിന്നൊക്കെ രാത്രി ഒത്തിരി ലേറ്റായി, എന്നാൽ വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്ന് രാത്രി ജോയിൻ ചെയ്യുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഒരനുഗ്രഹമാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. എല്ലാം വളരെ ആത്മാർത്ഥതയോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ പെട്ടെന്ന് എനിക്ക് ദൈവാത്മാവ് തന്ന ഒരു വാക്യം വായിച്ച് ഞാൻ ദൈവസന്നിധി ഇരിപ്പാനായി. ഞാനൊരു ദൈവദാസനെ ഇപ്പം വിളിച്ചായിരുന്നു കുറച്ചു മുമ്പ്. എന്നാൽ അദ്ദേഹം തിരക്കായതുകൊണ്ട് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. സ്തോത്രം, പ്രൈസ് ലോർഡ്. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു വാക്യം വായിപ്പാൻ എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച ഒരു വാക്യം, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? വായിച്ചാട്ട് സവിതേ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോമാലേഖന കർത്താവ് പൗലോസ് ചോദിക്കുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്തോത്രം, ഹല്ലേലൂയ. ആ 8-ാം അധ്യായത്തില് നമുക്ക് കഷ്ടതകള്, പരീക്ഷകള്, ഉപദ്രവങ്ങള് ഉണ്ടാകുമെന്നൊക്കെ പൗലോസ് അതിനെ നിഷേധിക്കുന്നില്ല. സ്തോത്രം, താൻ പറയുന്നുണ്ട് കഷ്ടതയുണ്ടാകും, പട്ടിണി ഉണ്ടാകും, പരിഹാസങ്ങൾ ഉണ്ടാകും, ഹല്ലേലൂയ, പരീക്ഷകൾ ഉണ്ടാകും. എന്നാൽ ആ കാര്യങ്ങളൊന്നും പൗലോസ് നിഷേധിക്കാതെ ഒരു കാര്യം താൻ ഉറപ്പിച്ചു പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. താൻ ഒരു സത്യം വിളിച്ചു പറയുക, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുപക്ഷെ ഇന്ന് പലതും കണ്ട് ഭയത്തോടെ നിരാശയോടെ ജീവിക്കുന്നു. നമുക്ക് മുമ്പിൽ ജോലി പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, രോഗമുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലവിധമായ ഹല്ലേലൂയ എതിരുകള്, പ്രതികൂലങ്ങള് ജീവിതത്തിൽ അടച്ചു വരുമ്പോൾ പൗലോസ് ഒരു കാര്യം പറയുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ലോകം നമ്മെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മോട് കൂടെയുണ്ട്. മനുഷ്യൻ നമ്മളെ കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല. സ്തോത്രം. അവൻ നമ്മുടെ പിതാവും സംരക്ഷകനുമായി നമ്മെ സഹായിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 118-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം എന്താ പറയുന്നത്? സങ്കീർത്തനക്കാരൻ പ്രൈസ് ദി ലോർഡ് എന്താ വായിക്കുന്നത്? സവിത വായിച്ചാട്ടെ. 118 മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. അതിന് യഹോവ എനിക്ക് അനുകൂലമാകുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. അതിന്റെ 7-ആണോ? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ടു രസിക്കും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയാണ്, ഹല്ലേലൂയ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടുകയില്ല. അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാ, അവൻ നമ്മെ നടത്തുന്ന ദൈവമാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പൗലോസ് ചോദിക്കുന്ന ആർ എതിരാകും? ശത്രുക്കൾ ഇല്ലെന്നല്ല താൻ പറയുന്നത്, നമുക്ക് എതിരാളികൾ ഉണ്ടാവും. സ്തോത്രം. ആർ നമുക്ക് എതിരാകും? എത്ര പേരുണ്ടെന്നല്ല, ആർ നമുക്ക് എതിരാകും. അവിടെ എന്താണ്? സാത്താൻ ഒരുപക്ഷെ എതിരാകും, ലോകം നമുക്കെതിരാകാം, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലങ്ങളാകാം. എന്നാൽ ദൈവം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മുടെ മേൽ ജയിപ്പാൻ ഇടയാകത്തില്ല. താൻ ചോദിക്കുക, നമ്മുടെ എതിരാളികൾ ആരാ? എത്ര പേരാണെന്നല്ല, അവിടെ എതിരാളികൾ ഉണ്ടാകും നിശ്ചയം. എന്നാൽ സ്തോത്രം, നിനക്കെതിരായി ലോകമായിക്കോട്ടെ, ശത്രുക്കളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിന്റെ പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, എന്നാൽ ദൈവം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ഒരു ശത്രുവിനും ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, രോഗങ്ങളുണ്ട്, പരീക്ഷകളുണ്ട്, ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും നാം ഇത് സംബന്ധിച്ച് എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, സ്തോത്രം, പ്രതികൂലമാര്? സ്തോത്രം. നിനക്കുള്ള ശത്രുക്കൾ പലതാകൾ ഉണ്ടാകും. നിനക്ക് വിരോധമായി പല തന്ത്രങ്ങൾ ഉണ്ടായിരിക്കാം, പല ശത്രുക്കൾ ഉണ്ടായിരിക്കാം, പല ഭീഷണികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 54:17 ഒന്ന് വായിച്ചാട്ടെ. അതിനകത്ത് പറയുന്നത് എന്താ? നിനക്ക് വിരോധമായി ഫലിക്കുന്ന, സ്തോത്രം, നിർമ്മിക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. നിനക്ക് വിരോധമായി നിർമ്മിക്കുന്ന യാതൊരു ആയുധവും നിനക്ക് നേരെ ഫലിക്കുകയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യഹോവ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഹോവ നിന്റെ വശത്തുണ്ടെങ്കിൽ, നിനക്ക് അനുകൂലമായി ദൈവം ഉണ്ടെങ്കിൽ, നിനക്കെതിരെ നിർമ്മിക്കുന്ന യാതൊരു ആയുധവും നിനക്ക് നേരെ ഫലിക്കയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരുപക്ഷെ പലവിധമായ, ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ളവർ നിന്നെ നോക്കി ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്യുവാൻ പലവിധമായ ആയുധങ്ങള്, പലവിധമായ കൂടോത്രങ്ങള്, പലവിധമായ പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകൻ പറയുക, നിനക്കെതിരായി നിർമ്മിക്കുന്ന യാതൊരു ആയുധവും നിനക്ക് ഫലിക്കയില്ല. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു സ്തോത്രം ചെയ്താട്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ മുമ്പോട്ട് പോയാൽ നിന്റെ പക്ഷത്ത് യഹോവയുണ്ട്. നിന്നെ സഹായിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പ്രതികൂലമില്ലെന്നല്ല, ലോകത്തിൽ നിങ്ങൾക്ക് പ്രതികൂലങ്ങളുണ്ട്, ഹല്ലേലൂയ, പ്രശ്നങ്ങളുണ്ട്, എതിരാളികളുണ്ട്. എന്നാൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നിന്നെ നടത്തുവാൻ, നിന്നെ കരം പിടിച്ച് നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ നിർമ്മിക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് താനൊരു അഹങ്കാരത്തിന്റെ ഭാഷയല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. സ്തോത്രം. താൻ പറയുക അഹങ്കാരത്തിന്റെ ഭാഷയല്ല, താൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ പറയുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്വന്തമായ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഇങ്ങനെ പറയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരുവൻ ഈ പ്രഖ്യാപനം നടത്തുക. സ്തോത്രം. എന്താ പറയുന്നത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ പോരാളിയാണ്, അവൻ നമ്മുടെ ന്യായാധിപനാണ്. സ്തോത്രം. അവൻ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മെ സഹായിപ്പാൻ, നമ്മെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഹല്ലേലൂയ. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, എതിരാളികളെ തകർക്കുവാൻ, എതിരാളികളെ ഇല്ലായ്മ ചെയ്യുവാൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. എതിർപ്പുകൾ ഇല്ലെന്നല്ല, എന്നാൽ അതിനെ ജയിപ്പാൻ ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എതിരുകൾക്ക് അല്ലെ പ്രതികൂലങ്ങൾക്ക് അവസാനം വിജയമില്ല. ആത്യന്തികമായ വിജയം, ഹല്ലേലൂയ, നമുക്ക് മാത്രമായിരിക്കും. അത് ദൈവം പ്രത്യക്ഷനായി നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അപ്രകാരം നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പലവിധമായ എതിരുകൾ ലോകത്ത് വരാം. സാത്താൻ എതിർക്കും, രോഗങ്ങൾ വരാം, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാം, മനുഷ്യർ ഉപേക്ഷിച്ചേക്കാം, മനുഷ്യർ കൈവിട്ടേക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ ചോദ്യങ്ങൾ ഉയരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇവയെ ഒന്നും ദൈവത്തിന്റെ പദ്ധതിയെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. നിനക്ക് വിരോധമായി നിർമ്മിക്കുന്ന, നിനക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു ഏഷണിയോ ഏതൊരു പ്രതികൂലമോ നിനക്ക് ഭരികയില്ല.
എന്നാൽ സ്തോത്രം എന്താണ് സ്തോത്രം? അതിന്റെ 32-ാമത്തെ വാക്യം വായിച്ചാട്ട് എന്താണ് സ്തോത്രം ഹല്ലേലൂയ പക്ഷത്താണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഏറ്റവും വലിയ തെളിവാണ് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? 32-ാമത്തെ വാക്യം വായിച്ചാട്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? Praise the Lord. Hallelujah. അവൻ നമ്മുടെ പക്ഷമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാൽവറിയാണ് ദൈവം നമ്മുടെ പക്ഷം. ഹാലേലുയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്നുള്ളത് ഹാലേലുയ നമ്മുടെ പക്ഷമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ. അത് തന്നവൻ, സ്വന്തം പുത്രനെ നിനക്കും എനിക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, മറ്റുള്ളത് എന്താ തരാതിരിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുക, സ്തോത്രം, യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ എനിക്ക് എതിരാരാണ്? എന്നെ തകർക്കുവാൻ ആരുമില്ല. എന്നാൽ താൻ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടെ കാണുകയാണ്. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മെ വീണ്ടെടുപ്പാൻ ഹല്ലേലൂയ അവൻ സ്വന്തം പുത്രനെ നമുക്കായി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ മറന്നിട്ടില്ല, നിന്റെ ജീവിതത്തിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം ഹല്ലേലൂയ, യഹോവ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും ഹല്ലേലൂയ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നിന്നെ സഹായിപ്പാൻ, നിന്നെ നടത്തുവാൻ ഈ ദൈവം നിന്റെ പക്ഷത്തുണ്ട്, നിന്റെ സമീപത്തുണ്ട്. അതാണ് ഓരോ ദൈവത്തിലെയും ഇന്ന് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നതിന്റെ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ ദൈവികമായ നടത്തിപ്പ, ഈ ദൈവികമായ ഹല്ലേലൂയ നടത്തിപ്പ. അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഗോലിയാത്ത് ശക്തനായിരുന്നു, സ്തോത്രം, എന്നാൽ ദാവീദിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. എന്നാൽ സ്തോത്രം, അവൻ പറയുന്നത് എന്താണ്? ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ദാവീദ് പറയുന്നത്, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തനിക്ക് നല്ല ധൈര്യമുണ്ട്. സൈന്യങ്ങളുടെ യഹോവ ഹല്ലേലൂയ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ഗോലിയാത്തിനെ ജയിപ്പാൻ ദൈവം എന്നെ സഹായിക്കും. അവിടെ ഗോലിയാത്ത് വീഴ്ത്തപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ ഹല്ലേലൂയ ദാനിയേലിനെ എറിഞ്ഞുവെങ്കിലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് താൻ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ചന്ദ്രക്ക്, മേശക്ക്, അഭേന്ദ്രകവും തൂക്കോളയിൽ എറിഞ്ഞു, എന്നാൽ നാലാമനായി ദൈവം പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിന്റെ കൂടെ ഈ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ? ഹല്ലേലൂയ. ദൈവം പറയുന്നുണ്ട്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് രാത്രി ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. അവൻ നിന്നെ നടത്തുവാൻ, അവൻ നിന്നെ സഹായിപ്പാൻ ദൈവത്തിന്റെ വലിയ കൃപ കൂടിയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നീ എന്ത് വിഷയത്താൽ ഭാരപ്പെടുന്നുവോ, എന്ത് വിഷയത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വ്യാകുലപ്പെടുന്നുവോ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ തലമുറയെ ഓർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പക്ഷത്തുണ്ട്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തി പറയുക, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ ഒപ്പം ഹല്ലേലൂയ ഞാൻ എന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം കൂടെയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. സ്തോത്രം. ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങൾക്കും മറുപടി തരുവാൻ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഒന്ന് കൽപ്പിച്ചാട്ട്, ഞാൻ പിന്മാറുകയില്ല, സ്തോത്രം, ഞാൻ തോൽക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ജയിച്ചവനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് സ്തോത്രം, എതിരായി നിൽക്കാൻ ആരാണുള്ളത്? സ്തോത്രം. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഹല്ലേലൂയ, നിന്റെ ഒപ്പം ആരുമില്ലെങ്കിലും, നിന്നൊപ്പം ആരുമില്ലെങ്കിലും, നിന്നെ സഹായിപ്പാനില്ലെങ്കിലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ ഒപ്പം ഉള്ളതെന്ന് പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ ദൈവ വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഹല്ലേലൂയ, ദൈവം എനിക്ക് അനുകൂലമാകുമ്പോൾ എനിക്കെതിരായിട്ട് നിൽക്കുവാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവം എന്റെ പക്ഷത്തുണ്ട്, ദൈവം നിങ്ങളുടെ മധ്യസ്ഥനാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ സഹായകനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന സഭയെ പിശാചിന് തോൽപ്പിക്കാനാകത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ, പ്രാർത്ഥിക്കുന്ന സഭയെ പിശാചിനെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. സ്തുതിക്കുന്ന സഭയെ ശത്രുവിന് കീഴടക്കാനാകില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വിശ്വാസിയെ ഒരു ശക്തിക്കും തകർക്കാൻ ആവില്ല. സ്തോത്രം. പ്രതികൂലങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, സ്തോത്രം, ഹല്ലേലൂയ, എന്നാൽ സ്തോത്രം, ദൈവം കൂടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ പരാജയം അവസാന വാക്കല്ല, വിജയം ദൈവത്തിന്റെ വാഗ്ദാനമാണ്.
ഇന്ന് രാത്രി ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന സ്തോത്രം ദൈവ പൈതലേ, സ്തോത്രം നിനക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യുവാൻ നിന്നെ സഹായിപ്പാൻ അവൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ലോകം നിന്നെ പരിഹസിച്ചേക്കാം, എന്നാൽ സ്തോത്രം സാഹചര്യങ്ങൾ നിനക്കെതിരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒരു വാക്ക് പറഞ്ഞാട്ട്, ഹല്ലേലൂയ, യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ സ്തോത്രം എനിക്ക് പ്രതികൂലം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയാ, നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പരാജയമുണ്ട്, പട്ടിണിയുണ്ട്, പരീക്ഷയുണ്ട്, ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും ഉണ്ടെങ്കിലും സ്തോത്രം ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു സ്തോത്രം ചെയ്താട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നീ ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ നിന്നെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. Praise the Lord, 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 praise the Lord. Hallelujah, 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 hallelujah. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഹല്ലേലൂയ. എന്നാൽ ഏറ്റവും വലിയ ഉദാഹരണം ഹല്ലേലൂയ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഇനി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, ഏൽപ്പിക്കാതിരിക്കുമോ? ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പ്രതികൂലമില്ലെന്നല്ല, പ്രതികൂലം ആരാണ്, എത്ര പേരാണെന്നുള്ള പ്രതികൂലം തീർച്ചയായിട്ടും ഉണ്ടാകും. നിനക്കെതിരെ ലോകം നിനക്ക് പരിഹസിച്ചെന്ന് വരാം, നിന്റെ കൂട്ടുകാർ നിന്നെ എതിർത്തെന്ന് വരാം, ഹല്ലേലൂയ, നിന്റെ ബന്ധുമിത്രാദികൾ നിന്നെ എതിർത്തെന്ന് വരാം, സാഹചര്യങ്ങൾ നിനക്കെതിരായിരിക്കാം, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, യാതൊരു അനുകൂലമായ സാഹചര്യങ്ങളും ഇല്ലായിരിക്കാം. എന്നാൽ സ്തോത്രം, ദൈവവചനം പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. എല്ലാ അധരങ്ങളും തുറന്നെന്ന് പറഞ്ഞാട്ട്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയട്ടെ, നിന്നെ സഹായിപ്പാൻ, ഹല്ലേലൂയ, നിന്നെ നടത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നിന്നെ സഹായിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ചില പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ലോക മനുഷ്യർ എന്താണ്, വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ഇന്നലെ ഒരു വലിയ ന്യൂസ് കണ്ടു. ദോഹയെന്ന് പോയ ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തെ ഒരുമിച്ച് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. അവർ എന്താണ് പോലും ചെയ്തിട്ടില്ല, ബിസിനസ് ചെയ്ത മനുഷ്യനല്ല, ജോലി ചെയ്ത മനുഷ്യനാണ്. എന്തിനങ്ങനെ ചെയ്തു? ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ, ചെറിയ പരാജയങ്ങൾ വരുമ്പോൾ ലോക മനുഷ്യർ തളർന്നു പോകും. എന്നാൽ നമുക്കും ലോക മനുഷ്യരുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? നമുക്കൊരു പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, പ്രോസ്തരം, നമ്മുടെ കൂടെ ഒരുവനുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പായി, ഹല്ലേലൂയ, താൻ സ്വർഗാരോഹണത്തിന് മുമ്പായി താൻ പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. തന്റെ മടങ്ങി വരവിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരവിനും പരിശുദ്ധാത്മാവിനെ തരുന്നതിനൊക്കെ ഹല്ലേലൂയ കാലവിളംബരം ഉണ്ടെങ്കിൽ താൻ ഒരു കാര്യം തന്നേച്ചു പോകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:27 പറയുന്നു, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലല്ല. ഇന്ന് രാത്രി എന്റെയും നിന്റെയും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ നമ്മെ നടത്തുന്നത് ദൈവികമായ സമാധാനമാണ്. അതുകൊണ്ടാണ് ലോക മനുഷ്യൻ ഒരുപക്ഷെ പാളിപ്പോകുമ്പോൾ, പതറിപ്പോകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ, ജീവിതം പോലും അവസാനിപ്പിക്കുമ്പോൾ എന്നെയും നിന്നെയും നിലനിർത്തുന്നത് നമ്മുടെ ധൈര്യമാ. ഇന്ന് രാത്രി ധൈര്യവനെ ഒന്ന് ഉറപ്പിട്ടാട്ട്, ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാവരും നിനക്ക് അനുകൂലമാണ്, എതിരാണെങ്കിലും, നിനക്ക് എന്തെല്ലാം പ്രതികൂലങ്ങളാണെങ്കിലും, ഏതെല്ലാം സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, നിനക്ക് അനുകൂലമായി ഒരുവനുണ്ടെങ്കിൽ നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ അവസാനത്തോളം അത് തികയ്ക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം നിറയ്ക്കുവാൻ അവൻ വിശ്വസ്തനാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികാരങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഇന്ന് രാത്രി നമ്മെ സ്നേഹിച്ച എല്ലാ പ്രതികൂലങ്ങളും മാറും, എല്ലാ പ്രതിസന്ധികളും മാറും. ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ സ്നേഹം എല്ലാം മാറും. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് സ്തോത്രം ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, നിന്നെ സഹായിക്കുന്ന, നിന്നെ നടത്തുന്ന, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി അവൻ സ്വർഗീയ മഹിമകളെ വെടിച്ച് തന്റെ സ്വന്തം പുത്രനെ നമുക്കും എനിക്കും നിനക്കും വേണ്ടി തന്നുവെങ്കിൽ അവൻ വേറെ സകലതും തരാതിരിക്കുമോ? തന്റെ സ്വന്തം പുത്രനെ പോലും തന്നുവെങ്കിൽ ഹല്ലേലൂയ സകലതും തരാതിരിക്കുമോ? പൗലൂസിനെ ബലപ്പെടുത്തുന്ന ഘടകം അതാണ്. ഹല്ലേലൂയ, പൗലൂസിനെ ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ഘടകം അതാണ്. അവൻ തന്റെ സ്വന്തം പുത്രനെ പോലും എനിക്കും നിനക്കും വേണ്ടി തന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അവൻ സകലതും തരാതെ. ഇന്ന് രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നീ അനുഭവിക്കുന്ന വേദന, ഒരുപക്ഷെ നീ എന്തെങ്കിലും പ്രശ്നങ്ങളാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഭാരപ്പെടുത്ത രാത്രി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒരുപക്ഷെ നീ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടല്ലായിരിക്കാം. എന്റെ ഈ ശബ്ദ പരിധിയിൽ നീ കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കുന്ന ദൈവമുണ്ട്. അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യമാണ് നിന്നെ സഹായിക്കുന്നത്. ദാവീദിനെ ബലപ്പെടുത്തിയെങ്കിൽ, അല്ലെങ്കിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രക്ക് അഭേന്ദ്രഗോമിന് വേണ്ടി 4-മനായി ഇറങ്ങി വന്നുവെങ്കിൽ, ലാസറിനെ 4-ാം ദിവസം നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് ഉറപ്പിച്ചുവെങ്കിൽ, ആ ദൈവത്തിന്റെ കരം ഇന്നും ചെറുതായിട്ടില്ല. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് ആ ദൈവികമായ സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞ ദിവസം ഒരു കഥ, ഹല്ലേലൂയ, സാധു ഹല്ലേലൂയ സുന്ദർ സിംഗ് എഴുതിയ ഒരു കഥ ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറയുവാനിടയായി തീർന്നു. സ്തോത്രം. സാധുവിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, താൻ ഒരു കാട്ടുതീ പിടിച്ച സ്ഥലത്തൂടെ പോയപ്പോൾ, കാട്ടുതീയുടെ മധ്യത്തിൽ കൂടെ പോയപ്പോൾ ഒരു പക്ഷി ചിറക് കത്തിക്കരിഞ്ഞു കിടക്കുന്നു. താൻ ആ വടി കൊണ്ട്, താൻ നടക്കുന്നതായ ആ വടി കൊണ്ട് ആ പക്ഷിയെ തട്ടി നോക്കിയപ്പോൾ, സ്തോത്രം, താൻ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് 2 കുഞ്ഞ് പക്ഷികൾ ഇരിക്കുന്നു, 2 കുഞ്ഞുങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ താൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ കാട്ടുതീ പറന്നപ്പോൾ ആ പക്ഷികളെ, കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, സ്തോത്രം, ഈ അമ്മ പക്ഷി അതിന് യാഗമായി തീർന്നു. സ്വന്തമായി കത്തിക്കരിഞ്ഞ് ഹല്ലേലൂയ താൻ ഇല്ലായ്മ ചേർന്നു. ആ കുഞ്ഞു പക്ഷികൾ രക്ഷപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ തന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, താൻ അവിടെ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇതുപോലാണല്ലോ ഹല്ലേലൂയ ഈ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് എനിക്കും നിനക്കും, എന്റെയും നിന്റെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, എന്നെയും നിന്റെയും വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ അവൻ സ്വന്തം പുത്രൻ നമ്മുടെ ഈ ലോകത്തിലേക്ക് അയച്ച് അവൻ എനിക്കും വേണ്ടി യാഗമായി തീർന്നു. സ്തോത്രം. ആ ദൈവം ഇന്ന് നിന്റെ പക്ഷത്തുണ്ട് കേട്ടോ. നീ വെറുതെ അല്ല. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. ദൈവികമായ നമുക്ക് ദൈവസന്നിധിയിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ അനുഗ്രഹമാ, കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമാ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എന്റെ ജീവിതത്തിലും പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്, എനിക്ക് അവൻ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ. ഹല്ലേലൂയ. താൽക്കാലികമായ വിഷയങ്ങള്, ഹല്ലേലൂയ, താൽക്കാലികമായ പ്രശ്നങ്ങള് എല്ലാം മാറിപ്പോകും. നിന്നെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട്. പൗലൂസ് അതുകൊണ്ട് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആകും. ഈ ലോകത്തിലെ ഏത് സ്നേഹം മാറിപ്പോയാലും നിന്നെ നടത്തുന്ന, നിന്നെ സഹായിക്കുന്ന ആ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഞാനൊരു വലിയ വചനമല്ല പറഞ്ഞ, വലിയൊരു പ്രസംഗമല്ല പ്രസംഗിച്ചത്. ദൈവാത്മാവ് എനിക്ക് തന്ന ചെറിയൊരു ചിന്ത എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇന്ന് രാത്രി ഞാൻ ഹല്ലേലൂയ ഷെയർ ചെയ്തു. ഇന്ന് രാത്രി ഈ ദൈവം നിന്നെ നടത്തുവാൻ ദൈവം ശക്തനാണ്. നിന്റെ ഏത് പ്രതിസന്ധികളിലും നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. താൻ ഒരു ഉദാഹരണം കൂടെ തന്നു, സ്വന്തം പുത്രനെ പോലും തന്നവൻ നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. തന്റെ സ്വന്തം പുത്രനെ പോലും തന്ന, ഹല്ലേലൂയ, ഒരു പിതാവും മകനുമായിട്ടുള്ള ഒരു ബന്ധം ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങളിലൊന്നാണ്. ആ സ്വന്തം പുത്രനെ പോലും തന്നുവെങ്കിൽ അവൻ സകലതും തരാതിരിക്കുമോ? നിന്റെ പ്രശ്നങ്ങള്, നിന്റെ പ്രതികൂലങ്ങള് നിനക്ക് ആവശ്യമായി തരുവാൻ എന്റെ ദൈവം സാധ്യം. രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ടെ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും,
വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും ഞാൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും, എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടൂ യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധവും എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധവും ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ, ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ, എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധവും എന്നുള്ള ക്ഷീണിക്കും നേരം ഞാൻ പാടൂ യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധവും മണ്ണാകും ഈ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാ ഭവനത്തിൽ. മണ്ണാകും ഈ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടോ ശാശ്വതമാം ഭവനത്തിൽ. എന്നുള്ള ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധവും എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധവും. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും
അറിയുന്നവൻ എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ എൻ ജീവന്റെ ജീവനാണവൻ. നമ്മുടെ ഉള്ളം ക്ഷീണിക്കുമ്പോൾ, നാം തകർന്നു പോകുമ്പോൾ, ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തു, നമ്മുടെ പക്ഷത്ത് ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ പക്ഷത്ത് ഹല്ലേലൂയ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ ആരാണ്? ഒരു പക്ഷെ പ്രതികൂലം എത്ര പേരുണ്ടായാലും ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അത് വിജയിയായി തീരുവാനിടയായി തീരും. ഇന്ന് രാത്രി നിന്നെ ഭരിക്കേണ്ട ഹല്ലേലൂയ നിന്നെ നടത്തേണ്ട ആ വിഷയമാണ്. വിസയുടെ പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ, ഹല്ലേലൂയ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സഹായിക്കുന്ന ആ ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് എഴുത്ത് സ്തോത്രം ചെയ്താട്ട് പാട്ടുകാരനോട് ചേർന്ന് സ്തോത്രം എത്ര പേർക്ക് പഴിയുവാൻ സാധിക്കും? ഹല്ലേലൂയ. സ്തോത്രം. വീഴുമ്പോൾ താങ്ങും എന്റെ പ്രിയൻ, ഹല്ലേലൂയ. കരയുമ്പോൾ മാർവിൽ ചേർക്കും ഞാൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാട്ടിൻകുട്ടിയെ തോളിലേറ്റി വഹിക്കുന്നത് പോലെ, ഒരിടയൻ വഹിക്കുന്നത് പോലെ നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ, എന്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ, സ്തോത്രം. ആ സ്വപുത്രനെ തന്ന ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി സകലവും നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാ. ഇന്ന് രാത്രി എല്ലാ അധരങ്ങളും തുറന്ന് ഹല്ലേലൂയ ഈ പാട്ടിന്റെ 4 ലൈൻ മാത്രം നാം ഒരുമിച്ച് പാടുവാൻ പോകുക. ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിന്നെ താങ്ങുന്ന ദൈവകരങ്ങളിലേക്ക് വിശ്വാസത്തോടെ. ഒരുപക്ഷെ നീ ഇന്ന് പ്ലാൻ ചെയ്തിട്ടല്ലായിരിക്കാം ജോയിൻ ചെയ്തത്. ഹല്ലേലൂയ നമ്മളും പ്ലാൻ ചെയ്തിട്ടല്ല പ്രയർ നടത്തുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമ. എനിക്കറിയാം പ്രിയ ആന്റിമാർ നാട്ടിൽ 12:30 ആയി, എങ്കിലും ഇന്ന് രാത്രി ദൈവവചനം കേൾപ്പാൻ ദൈവസന്നിധിയിലായത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു വിടുതലായി തീരും. ഈ കേട്ട വചനം ഒരു അനുഗ്രഹമായി, രോഗസൗഖ്യമായി, തലമുറകളുടെ ഒരു അനുഗ്രഹമായി വ്യാപരിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വിശ്വാസത്തോടെ ഈ 4 ലൈന് മാത്രം ഒന്നേറ്റ് പഠിക്കാട്ടെ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയ, കരയുമ്പോൾ മാർവിൽ ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ള ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധോ, എന്നുള്ള ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധോ. രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് ഈ വചനം പ്രസംഗിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിപ്പാനിടയായി. ഈ ദോഹയിലെ തന്നെ പല മരണങ്ങള്, തന്നെ വേർപാടുകള്, പെട്ടെന്നുള്ള വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖത്തോടെ ഇന്ന് രാവിലെ ആയിരുന്നത്. പലതും ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ വളരെ പ്രയാസവും ഭാരത്തോടെ ഇന്നായിരുന്നത്. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിലൂടെ പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവ് എന്നെയും ഹല്ലേലൂയ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ഞാൻ പ്ലാൻ ചെയ്ത വിഷയങ്ങളൊന്നുമല്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ അനുകൂലമായി നിന്നോടൊപ്പം നിൽക്കുന്ന ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതമേ,
ഇന്ന് രാത്രി നിന്റെ വായ് തുറന്ന് ഒന്ന് പ്രഖ്യാപിച്ചാട്ട്, വായ് തുറന്ന് അധികാരത്തോടെ ഒന്ന് പ്രഖ്യാപിച്ചാട്ട്, അധികാരത്തോടെ പറഞ്ഞാട്ട്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടതയോ പട്ടിണിയോ വാളോ പരീക്ഷയോ എന്തുമായിക്കൊള്ളട്ടെ, ലോകത്തിൽ സകലതുമുണ്ടെങ്കിലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്, ഞാൻ പാടിയതുപോലെ നമ്മുടെ ഉള്ളം ക്ഷീണിക്കുമ്പോൾ, നാം തളരുമ്പോൾ നമ്മളെ തട്ടി ഉയർത്തി പ്രേരിപ്പിക്കുന്ന ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവമേഴയെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. ഇന്ന് ഈ പ്രസംഗിച്ച ദൈവവചനം ഏഴയുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും അത് കർത്താവെ ഒരു അനുഗ്രഹമായി അത് പ്രായോഗികമാകേണ്ടതിനായി ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന കർത്താവ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. തലമുറകളുടെ വിഷയങ്ങളില്, സാമ്പത്തിക വിഷയങ്ങളില്, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾക്ക്, ശുശ്രൂഷ മുഖത്ത് ദൈവം ഞങ്ങളെ ഉയർത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. പലപ്പോഴും നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന സ്ഥാനത്ത് ദൈവം ഇതുവരെയും നടത്തിയ നിന്റെ കൃപകൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ അനുകൂലമായി കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യും. ദൈവമേ സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഞങ്ങളെ സ്നേഹിച്ച് ഇത്രത്തോളം നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവസ്നേഹത്തിൽ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി, പ്രിയ ആന്റി ആശ ആന്റിക്കായി സ്തോത്രം. ദൈവം സഹായിക്കണമേ. ബാംഗ്ലൂർ താനായിരിക്കുന്നുവല്ലോ, കുടുംബമായി ദൈവം മാനിക്കണമേ. ശുശ്രൂഷയ്ക്കൊക്കെ താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണമേ. പ്രിയ ഓമനിക ആന്റിക്കായി സ്തോത്രം. താൻ റാന്നിയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. പ്രിയ സഹോദരിയെ ദൈവം മാനിക്കണമേ. അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇവിടെ ആയിരിക്കുന്ന തലമുറ പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണം. അവരെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി സ്തോത്രം. ഒരു പുതിയ വിളിയോടെ കർത്താവ് തന്നെ നടത്തണമേ. താൻ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് തന്റെ പ്രാർത്ഥനയിലൂടെ അറിയുവാനിടയായല്ലോ. ദൈവം സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയായല്ലോ. ആ പ്രിയ സഹോദരിയെ സഹായിക്കണമേ. പ്രവീണിനെ അനുഗ്രഹിക്കണമേ. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. അവർ 2 കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പ്രത്യേക മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തേക്ക് കർത്താവ് വഴിയൊരുക്കണം. എല്ലാ തടസ്സങ്ങളെയും മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. റെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ സഹായിക്കണമേ. കർത്താവ് തന്ന കഴിവുകളൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. സഭയ്ക്ക് ഒരു അനുഗ്രഹമായി കുടുംബത്തെ കർത്താവ് നിർത്തുന്നവർക്ക് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേക നാട്ടിലൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നല്ല വെക്കേഷൻ കൊടുത്ത് കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി സന്നിധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി ഈ ദൈവവചനം തന്നെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഇന്ന് രാത്രി ഒരു പുതിയ കൃപ ഏറ്റെടുപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവം തന്നെ ബലപ്പെടുത്തേണ്ടതിനായി സ്തോത്രം. പ്രത്യേക തന്റെ മോന്റെ ആ ഫീസൊക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ബാംഗ്ലൂർ പഠിക്കുന്ന പ്രിയ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ഷിജു പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം. സ്മിതയ്ക്കായി സ്തോത്രം. 2 കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, അവർ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവം അവരോടൊപ്പം ഇരിക്കണം. ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ദൈവം ഈ ദേശത്ത് കടന്നു വന്ന് അനുഭവിച്ചെങ്കിലും കർത്താവ് അത്ഭുതകരമായ വഴികൾ തുറന്ന് ഹല്ലേലൂയ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വലിയ വിടുതലുകൾ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്റർ സിമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം, ബലപ്പെടുത്തണം. ഹല്ലേലൂയ, കുടുംബമായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സവിതയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് തന്റെ മകളെയും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് നടത്തേണ്ടതിനായി ശുശ്രൂഷയിലായി ആയിരിക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, സ്മിത സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വഴിയൊരുക്കണമേ. ദേശത്ത് കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ, പ്രിയ സിസ്റ്റർ ആശയ്ക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിഥികളായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ ഡിവൈസിനുള്ളിലൂടെ ഹല്ലേലൂയ ഒരു ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം. പ്രത്യേക ഞങ്ങളെ കുടുംബമായി ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ ദേശത്ത് കർത്താവ് ഇത്രത്തോളം നിലനിർത്തിയ കൃപകൾക്കായി സ്തോത്രം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നടത്തിയല്ലോ. എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവ് സഭയെ നയിപ്പാനാവ പരിജ്ഞാനവും ദൈവകൃപയും എല്ലാം തന്ന് കർത്താവ് ഈ നാളുകളിൽ അനുഗ്രഹമായി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ആ സഭയുടെ പ്രവർത്തനങ്ങൾ, അവിടെ ആരാധിക്കുന്ന സഭകൾ എല്ലാം കർത്താവെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക
ഈ ഗൾഫ് കൺട്രീസ് ഒക്കെ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യം കർത്താവേ ഒരു സമാധാനം അയക്കണമേ. പ്രത്യേക സൗദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല സ്ഥലത്തും കർത്താവെ അറ്റാക്കുകൾ ഉണ്ടായി എന്ന് കേൾപ്പാനിടയായല്ലോ. പല വിമാനത്താവളങ്ങൾ അടഞ്ഞല്ലോ കർത്താവെ. ആ ദേശത്തോട് കർത്താവ് കരുണ തോന്നണമേ. കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദുബൈക്ക് വേണ്ടി, അബുദാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മസ്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക അമേരിക്കൻ ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമെല്ലാം നന്നായി ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി എല്ലാവരെയും സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ, ഞാൻ ഒരുപക്ഷെ മറന്നുപോയ പല കാര്യങ്ങളുണ്ടായിരിക്കാം, എന്നാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. ഇന്ന് ഈ ദേശത്തേക്ക് വന്ന അജി റിൻസിക്കായി സ്തോത്രം. പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കണമേ. നാട്ടിലേക്ക് കടന്നുപോയിരിക്കുന്ന ഇന്ന് രാത്രി കുടുംബമായി കടന്നുപോയിരിക്കുന്ന സാൽസിക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ല യാത്ര കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വിടുതലുകൾ ഏറ്റെടുപ്പാൻ കുടുംബങ്ങളില്, വ്യക്തികളില്, ഹല്ലേലൂയ സ്തോത്രം, തലമുറകളുടെ മേലുള്ള എല്ലാ അന്ധകാര ബന്ധനങ്ങളും അഴിയപ്പെടുവാൻ ഇവിടെയാകേണ്ടതിനായി സ്തോത്രം. വിവാഹപ്രായമായ പലരുണ്ട് കർത്താവെ. ജോലി ആവശ്യമായവരുണ്ട്. ഹല്ലേലൂയ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണം. കർത്താവെ, ജോയിൻ ചെയ്ത എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാടിയാനേഹോവായേ മനസ്സലി ഉഴയതമോയത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. അതിഥികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് ഇതുപോലെ 8 മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.